Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good teacher. morning, ma'am. Good morning, ma'am. Good morning, madam. ഞാൻ കഥ അടയ്ക്കുവാണ്. ഇല്ല. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് PDF-ന് പ്രിന്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? നോട്ട്സുകള് ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട് മാഡം. എടുത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ എടുത്തോ? പേപ്പർ വൈസ് എല്ലാ ചാപ്റ്ററിന്റെ എടുത്തിട്ടുണ്ട് മാഡം. ഓക്കെ. എന്റെ വീട്ടില് പ്രിന്റിംഗ് ഉണ്ട്, അപ്പം പ്രിന്റർ ഉണ്ട്, അപ്പം ഓക്കെ. മാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൺ മ്യൂട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ത്രൂ ചോദിക്കുക. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോ ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് തരാം കേട്ടോ. അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ ക്ലാസ്സിൽ അങ്ങോട്ട് സംസാരിക്കുമ്പോഴേ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൺ മ്യൂട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സമയം തരാം കേട്ടോ. Okay, ma'am. ക്ലാസ് തുടങ്ങാലോ. നിങ്ങൾക്ക് 10:30-ക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? Yes, ma'am. ഓക്കെ. നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലുള്ള ഇൻപേഷ്യൻസ്. അത് ആരായിരിക്കും? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. 2 ടൈപ്പ് പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലില്. ഇൻപേഷ്യൻസ് ഉണ്ട്, ഔട്ട് പേഷ്യൻസ് ഉണ്ട്. OP IP കേട്ടിട്ടുണ്ടോ? അപ്പൊ OP എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നത്. അവരുടെ അസുഖത്തിന് ഇൽനെസ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനോ വേണ്ടി വരുന്ന പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യന്റ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ അവര് ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിഷ്യനെ കണ്ടതിന് ശേഷം എന്താണ് അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് IPD എന്ന് പറഞ്ഞാല് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് mention the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department or emergency service or ambulatory cares. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? അതായത് ഡോക്ടറെ, ഒരു സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടന്റിന് വന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എമർജൻസി സെക്ഷനിൽ എമർജൻസി വിഭാഗം ഉണ്ടല്ലേ, കാഷ്വാലിറ്റി ഇല്ലേ ഹോസ്പിറ്റലിൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ ആംബുലൻസറി കെയർസിൽ വന്ന പേഷ്യൻസിനെ എന്താണ് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
താമസിപ്പിച്ചിരിക്കുന്നവൻ ഡിപ്പാർട്ട്മെന്റിനെ പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്, an IPD is a part of a healthcare facility or hospital where patients are admitted for over 24 hours. എന്താണ് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യ പരിരക്ഷാ സൗകര്യത്തിന്റെ എന്താണ് ഒരു പാർട്ട്, ഒരു ഭാഗമാണ് IPD. ഇവിടെ എന്താണ് പേഷ്യൻസിനെ 24 മണിക്കൂറിൽ കൂടുതൽ സ്റ്റേ ചെയ്യിക്കുന്നു, താമസിപ്പിക്കുന്നു. An IPD of the hospital is generally equipped with beds, medical equipments, and 24/7 availability of doctors and nurses. IPD, indoor patient departmentല് പേഷ്യൻസിന് എന്താണ് 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ, നഴ്സുമാരെ കെയേഴ്സ് സർവീസ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇപ്പൊ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ്, എന്താണ് അവരെ പൾസ് നോക്കണം, അല്ലെങ്കിൽ BP നോക്കണം, അതല്ലെങ്കിൽ അവരുടെ കാർഡിയാക് മോണിറ്ററൈസ് ചെയ്യണം, നമ്മുടെ ഹാർട്ട് ബീറ്റ് മോണിറ്ററൈസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള എക്യുപ്മെന്റുകളുടെ സർവീസുകൾ, പിന്നെ എന്താണ് ബെഡ്സുകളൊക്കെ ലഭിക്കുന്നുണ്ട്. The duration of stay will rely on severity of the patient's illness. അവിടെ IPD അല്ലെങ്കിൽ ഹോസ്പിറ്റലില് പേഷ്യൻസിനെ, ഇൻഡോർ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഡ്യൂറേഷൻ, കാലയളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പേഷ്യന്റിന്റെ ഇൽനെസിന്റെ, രോഗത്തിന്റെ സെവേറിറ്റി, കാഠിന്യം അനുസരിച്ചാണ്. എന്താണ് ഇപ്പൊ ഒരുപാട് ഹാർട്ട് അറ്റാക്ക്, അതല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് എന്താണ് അവർ കുറച്ച് ദിവസം കൂടുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും അല്ലെ. 2 ആഴ്ച അല്ലെങ്കിൽ 15 ദിവസമൊക്കെ എന്താണ് അഡ്മിറ്റ് ആക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളായി വന്നവരാണെങ്കിൽ 2 ദിവസം 3 ദിവസം എന്താണ് അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്തു വിടും അല്ലെ. ക്ലിയർ ആയോ? Inpatient department mention the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and ambulatory cares. എന്താണ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ എമർജൻസി സെക്ഷനില് അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർസിൽ വരുന്ന പേഷ്യൻസിനെ ഒരു സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ വിലയിരുത്തതിന് ശേഷം, അവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്താണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഏരിയനെ പറയുന്നതാണ് IPD, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് IPD എന്ന് പറയുന്നത് എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഭാഗമാണ്. അവിടെ എന്താണ് 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുന്നുണ്ട്, നഴ്സുമാരുടെ സേവനം ലഭിക്കുന്നുണ്ട്. എന്താണ് പിന്നെ ബെഡ്സ് എന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിടക്കുന്നതിനായിട്ട് ബെഡ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടാവും. പിന്നെ എന്താ മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇതിന്റെ സേവനവും ലഭിക്കുന്നുണ്ട്. പിന്നെ ഡ്യൂറേഷൻ, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാഠിന്യത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാമല്ലോ ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ. അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക്. ഓക്കെ. Next, what is admission? Admission എന്ന് പറഞ്ഞാൽ എന്താണ്? It means allowing a client to stay. PDF നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടിട്ടില്ലേ? ഇല്ലേ? നോട്ട്സിന്റെ PDF ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടിട്ടുണ്ടാവും ആദ്യം തന്നെ. ഫൈസ് നോക്കിക്കോളൂട്ടെ, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടാവും PDF. What is admission? Admission എന്ന് പറഞ്ഞാല് എന്താണ്? It means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. ഒരു രോഗി, ഒരു പേഷ്യന്റ് അനുഭവിക്കുന്ന രോഗത്തിനെ എന്താണ് ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അന്വേഷിക്കുക. എങ്ങനെയായിരിക്കും അന്വേഷിക്കുന്നത്? ടെസ്റ്റ് ചെയ്ത്, സ്കാനിങ്ങുകൾ ചെയ്തതൊക്കെ അങ്ങനെയല്ലേ രോഗം അന്വേഷിച്ച് ആ രോഗിക്ക് ആ പേഷ്യന്റിന് എന്ത് അസുഖമാണെന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ടെസ്റ്റ് ചെയ്ത, ഡോക്ടർ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ആ രോഗിക്ക് വന്നിരിക്കുന്ന അസുഖത്തിന് ചികിത്സ കൊടുക്കുക. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റലില്
സ്റ്റേ ചെയ്യുകയും താമസിപ്പിക്കുന്നതിന് പറയുന്നതാണ് അഡ്മിഷൻ. എന്താണ് അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിന് വന്നിരിക്കുന്ന ആ രോഗി അനുഭവിക്കുന്ന രോഗത്തിന് നിരീക്ഷിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അവർക്ക് ട്രീറ്റ്മെന്റ് ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് താമസിപ്പിക്കുന്നതിന് പറയുന്നതാണ് അഡ്മിഷൻ. ക്ലിയർ ആയോ? അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ഒരു രോഗിയെ അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിന് എന്താണ് ചികിത്സിക്കുക, അവര് എന്താണ് ഒബ്സർവേഷൻ ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്ന സ്റ്റേ ചെയ്യിക്കുന്നതാണ് അഡ്മിഷൻ. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്നാണ് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതിന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, എന്താണ് ആ പേഷ്യൻസിന്, ആ രോഗിക്ക് ഇമ്മീഡിയറ്റ് കെയർ, എന്താണ് പെട്ടെന്ന് തന്നെ കെയർസ് പരിചരണം മെഡിക്കൽ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദി പേഷ്യൻസ്, എന്താണ് പേഷ്യൻസിന് സുരക്ഷിതത്വം, കംഫർട്ട്, ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്താണ് ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക്, അതല്ലെങ്കിൽ എന്താണ് വേറെ BP കൂടുക, അങ്ങനെയൊക്കെ കൊണ്ടുവന്ന പേഷ്യൻസിന് അപ്പൊ തന്നെ അവർക്ക് അറ്റ് ടൈമിൽ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അപ്പൊ തന്നെ ഒരു ആശ്വാസം കിട്ടൂലെ അവർക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടിന്. അങ്ങനെയുള്ള ആശ്വാസം പിന്നെ സേഫ്റ്റി, സുരക്ഷിതത്വം ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ആക്കുന്നത്. ടു റിസീവ് ദ പേഷ്യൻസ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ, എന്താണ് വാർഡില് അതല്ലെങ്കിൽ റൂമില് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പൊ എന്താണ് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരെ വാർഡിലേക്കായിരിക്കും സ്വീകരിക്കുന്നത്, ചിലപ്പോ അവിടെ എന്താണ് ഒരു റൂമിലേക്കോ അതല്ലെങ്കിൽ ICUലേക്കൊക്കെ ആയിരിക്കും സ്വീകരിക്കുക, അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും. അങ്ങനെയാണ് ടു റിസീവ് ദ പേഷ്യൻസ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ, ആരോഗ്യസ്ഥിതിനെ അനുസരിച്ചാണ് അവരെ വാർഡിലേക്ക് സ്വീകരിക്കുന്നത്. ടു ബി റെഡി ഫോർ എനി എമർജൻസി, എന്താണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ്, എന്താണ് ശ്വാസം കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ BP കൂടുക, അല്ലെങ്കിൽ എന്താണ് കുഴഞ്ഞു പോകുക, പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കെയേഴ്സ് കിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന് ഇവരെന്തായിരിക്കും റെഡി ആയിരിക്കും. അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരും എന്താണ് റെഡി ആയിരിക്കും, തയ്യാറായിരിക്കും. ഏത് സമയത്ത് എന്ത് എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനും അവർ ഓക്കെ ആയിരിക്കും. ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്ലയന്റ് as to establish a therapeutic nurse patient relationship, എന്താണ് പേഷ്യന്റും നഴ്സ് തെറാപ്യൂട്ടിക് നഴ്സ്, എന്താണ് ചികിത്സ കൊടുക്കുന്ന നഴ്സ്, ആ നഴ്സും തമ്മിൽ എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ. ഇപ്പൊ എന്താണ് പേഷ്യൻസിന്റെ അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പറയാല്ലേ, നമ്മുടെ നഴ്സുമാരുമായി നല്ലൊരു റിലേഷനിലാണെങ്കിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മ തന്നെ പറയാറുണ്ട്, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു നഴ്സ് നമ്മളോട് പെട്ടെന്ന് തട്ടിക്കേറാ, ചൂടാവുന്ന നഴ്സുമാരുടെ അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് തോന്നും, അതൊരു പേടിയായിരിക്കും അല്ലെ. അങ്ങനെ ഒന്നുമില്ലാണ്ട് തെറാപ്യൂട്ടിക് നഴ്സും ഈ പേഷ്യന്റ് തമ്മിൽ എന്താണ് ഇൻഫോർമേഷൻസ് അല്ലെ, അങ്ങോട്ട് ഇൻഫോർമേഷൻസ് കൈമാറുന്നതിനായിട്ട് നല്ലൊരു റിലേഷനിലായിരിക്കുക. ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർസ്, എന്താണ് രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിനെയും പേഷ്യന്റിനെയും കൂടി ഉൾപ്പെടുത്തുക. ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർസ്, അതേപോലെ തന്നെ രോഗി പരിചരണത്തില് രോഗിയെയും പിന്നെ എന്താണ് ഫാമിലീസിനെയും പേഷ്യന്റിന്റെ വീട്ടുകാരും റിലേറ്റീവ്സിനെയും കൂടി സഹായിക്കുക. ആരാണ് ഈ പേഷ്യന്റ്? ഈ നഴ്സുമാർ അല്ലെങ്കിൽ ഈ IPD സെക്ഷനിലെ ആളുകള് രോഗി പരിചരണത്തില് അസിസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? പർപ്പസ് ഓഫ് അഡ്മിഷൻ എന്താ? പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ പരിചരണം കൊടുക്കുക, പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ആശ്വാസവും ഉറപ്പു നൽകുക. പിന്നെ എന്താണ് വാർഡിലേക്ക് രോഗിയെ സ്വീകരിക്കുന്നത് ആ രോഗിയുടെ ഹെൽത്ത് കണ്ടീഷന് അനുസരിച്ചായിരിക്കും. പിന്നെ എന്താണ് എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ആവശ്യമായി വന്നാൽ എന്താണ് അത് കൊടുക്കുന്നതിനായിട്ട് ഏത് സമയം റെഡി ആയിരിക്കണം.
പിന്നെ ഇൻഫർമേഷൻസ് അല്ലെ അങ്ങോട്ടും രോഗിയും നഴ്സുമാരും തമ്മിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പേഷ്യന്റും നഴ്സും തമ്മിൽ ഒരു നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. തെറാപ്യൂട്ടിക് നഴ്സ് എന്ന് പറഞ്ഞത് ചികിത്സാ സഹായം കൊടുക്കുന്ന നഴ്സ്. ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ, എന്താണ് പേഷ്യൻസിന് കെയർ പരിചരണം കൊടുക്കുന്നതിൽ പേഷ്യൻസിനെയും അവരുടെ ഫാമിലിയെയും കൂടി ഉൾപ്പെടുത്തുക. ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ, എന്താണ് രോഗി പരിചരണത്തില് പേഷ്യന്റിനെയും ഫാമിലിയെ സഹായിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയാലോ, ടൈപ്സ് ഓഫ് അഡ്മിഷൻ. 2 ടൈപ്പ് അഡ്മിഷൻസ് ആണുള്ളത്. നമുക്ക് തന്നെ അറിയാലേ, എന്താണ് എമർജൻസി അഡ്മിഷനും റുട്ടീൻ അഡ്മിഷൻ അല്ലേ. എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും എന്താണ് കുഴഞ്ഞു പോവുക, BP ഷൂട്ട് ചെയ്യുക, പിന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക് വരിക, പിന്നെ ആക്സിഡന്റുകൾ സംഭവിക്കുക. അപ്പൊ എന്താണ് അറ്റ് ദ സ്പോട്ടിൽ അല്ലെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്ന അസുഖങ്ങളും ആക്സിഡന്റുകളൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ് അപ്പൊ നമ്മൾ കൊണ്ടുപോയി ചിലപ്പോ എന്താണ് അപ്പൊ തന്നെ നമ്മളെ അഡ്മിറ്റ് ആക്കുന്നു, പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നു. എന്താണ് എമർജൻസി അഡ്മിഷൻ. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമ്മൾ എന്താണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ. ഇപ്പൊ എന്താണ് ഇന്ന ദിവസം വന്ന് എന്താണ് സർജറി ചെയ്യണം, എന്തെങ്കിലും സർജറിക്ക് വേണ്ടി മുമ്പേ പറഞ്ഞു വെക്കുക. അതല്ലെങ്കിൽ എന്താണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഡയബറ്റിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇപ്പൊ എന്താണ് പനി വന്നിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പോവില്ലേ ഡോക്ടറെ കാണാനായിട്ട്. ആ സമയത്ത് എന്താണ് നമ്മളെ അഡ്മിറ്റ് ആക്കുന്നതാണ് റുട്ടീൻ അഡ്മിഷൻ. നോക്കാൻ നമുക്ക് എമർജൻസി അഡ്മിഷൻ. Clients are admitted with acute condition requiring immediate treatment. എന്നാണ് തീവ്രമായ എന്തെങ്കിലും കണ്ടീഷൻസ് ബുദ്ധിമുട്ടുകൾ വന്നിട്ട് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. എക്സാമ്പിൾ ഒക്കെ ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആക്സിഡന്റ്, പിന്നെ എന്താണ് പോയിസണിങ് അല്ലെ, എന്തെങ്കിലും സൂയിസൈഡിങ് അറ്റംപ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും പോയിസണിങ് വന്നിട്ട് എന്താണ് പേഷ്യൻസിനെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. നെക്സ്റ്റ് റുട്ടീൻ അഡ്മിഷൻ. പതിവ് അഡ്മിഷൻ എന്താണ്? Clients are admitted for investigation and planned treatment and surgeries. എന്താണ് ക്ലയൻസിനെ അതായത് പേഷ്യൻസിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന എന്തെങ്കിലും ചെക്കപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്ലാനഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസിന് വേണ്ടിയിട്ട്. ഇപ്പൊ എന്താണ് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് പേഷ്യൻസിനെ കൊണ്ട് ചെല്ലുമ്പോ പറയണേ ഇന്ന ദിവസം വന്ന് നമുക്ക് എന്താണ് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താണ് അതിനെ വന്നും കാണട്ടെ എന്താണ് നമ്മളെ ഹൈ ആൻഡ് ലോ ഷുഗർ പേഷ്യൻസ് എന്താണ് അവർക്ക് എമർജൻസി ആയിട്ട് അല്ലെ. ഇപ്പൊ എന്താണ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടിക്കാൻ ചിലപ്പോ എന്താണ് അവർക്ക് എന്തെങ്കിലും കുഴഞ്ഞു പോകുകയൊക്കെ ചെയ്യില്ലേ. അപ്പൊ അവർക്ക് എന്താ അറ്റ് ദ സ്പോട്ടിൽ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് വേണം അല്ലെ. അപ്പൊ നമ്മൾ ഓടി കൊണ്ടുപോയി ചെല്ലുമ്പോഴും അഡ്മിറ്റ് ആക്കിയെങ്കിൽ എന്താണ് എമർജൻസി അഡ്മിഷൻ ആണ്. അപ്പൊ എന്താ സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കാനൊക്കെ പറയില്ലേ, പ്ലാൻഡ് ആയിട്ട് നമ്മളോട് പറയുന്നത്. അതൊക്കെ എന്താണ് റുട്ടീൻ അഡ്മിഷൻസ് ആണ്. ക്ലയൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ BP അല്ലെ, പിന്നെ ഡയബറ്റിക്സ് അല്ലെ, പിന്നെ എന്താണ് ബ്രോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാല് ചുമയൊക്കെ വരില്ലേ, ചുമ ശ്വാസം മുട്ട്, അതാണ് ബ്രോണ്ടൈറ്റിസ്. കഫക്കെട്ട് കൂടുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് അഡ്മിറ്റ് ആക്കുന്നത് റുട്ടീൻ അഡ്മിഷൻ. ക്ലിയർ ആയോ? എന്തൊക്കെ നമുക്ക് തന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. അഡ്മിഷൻ എന്താണ്? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് അഡ്മിഷൻ പഠിച്ചല്ലേ. 2 ടൈപ്പ് അഡ്മിഷൻ ഉണ്ട്. എമർജൻസി അഡ്മിഷൻ
ആൻഡ് റുട്ടീൻ അഡ്മിഷൻ. പിന്നെ എന്താ, ഒരു IPDയിലെ ഫെസിലിറ്റീസ് നമുക്ക് എത്ര ടൈം ലഭിക്കുന്നുണ്ട്? 24 മണിക്കൂറും അല്ലെ, 24x7, 24 മണിക്കൂർ ആ പേഷ്യന്റിന് ലഭ്യമായിരിക്കും. നെക്സ്റ്റ്, അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ IPD. അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ OPDയിൽ അല്ലെ, ത്രൂ OPD. അതായത് നമ്മൾ OPDയിൽ ചെന്നിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഭാഗത്തില് എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ, അഡ്മിഷൻ, പർപ്പസ്, ടൈപ്സ് ഓഫ് അഡ്മിഷൻ, എന്തെങ്കിലും ഉണ്ടോ? അടുത്തെടുത്തോട്ടെ. OPD എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ OPD പഠിക്കാനുണ്ട് കേട്ടാ. OPD എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ജസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നത്, ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുന്നതാണ് OPD. എടുത്തോട്ടെ മിസ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എടുത്തോട്ടെ. റിസീവിംഗ് ദ പേഷ്യന്റ്. എന്താണ്? പേഷ്യന്റിനെ സ്വീകരിക്കുക, റിസീവ് ചെയ്യുക. ദ personnel in the admitting department should greet and make the patients feel comfortable. എന്താണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ, അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിനെ നല്ല രീതിയിൽ അല്ലെ സ്വീകരിക്കുക, ആ പേഷ്യൻസിന് കംഫർട്ട് ആവുന്ന രീതിയിൽ അല്ലെ എന്താണ് സ്വീകരിക്കുക, വാം വെൽക്കമിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പേഷ്യൻസിനെ സ്വീകരിക്കുക. ഇൻ എമർജൻസി കണ്ടീഷൻ നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദി ട്രീറ്റ്മെന്റ്. എന്താണ്? എമർജൻസി സിറ്റുവേഷനിലാണ് ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നതാണ്. ഒരു ആക്സിഡന്റ് പറ്റി, അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഭയങ്കര മേജർ സിറ്റുവേഷനിലാണ് രോഗിയെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്താണ് സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തിയിട്ട് എന്താണ് അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലാണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ ഒട്ടും ടൈം കളയാതെ, വേസ്റ്റ് ചെയ്യാതെ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കുക. എന്താണ്? ചില ഹോസ്പിറ്റലില് ഏതാണ് പുതിയൊരു സിനിമയിലല്ലേ കാണിക്കുന്നില്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ, അതില് ആ ഒരാള് മരത്തുമ്പോ എന്തോ വീണിട്ട്, മമ്മൂട്ടിയുടെ ഒരു സിനിമ, പുതിയ സിനിമ, ഇവര് MBBS പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, അവര് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ പറയും. ആദ്യം ഒരു ഡോക്ടർ അല്ലെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. കണ്ട ആ സിനിമ കണ്ട? പേര് മിസ്സിന് ഓർമ്മയില്ല. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളും ഒന്നും എന്താണ് ആദ്യം എന്താണ് എബ്രഹാം മോസ്ലർ ആണോ? അതാണ്, അതന്നെ അതിൽ കാണിക്കുന്നില്ലേ ഒരു സിറ്റുവേഷനില്. അപ്പൊ എന്താ അവരാദ്യം പറഞ്ഞിട്ട് എന്താണ് ആ നടപടിക്രമങ്ങൾ അല്ലെ, ആ പ്രൊസീജിയേഴ്സ് ഒന്നും കഴിയാണ്ട് രോഗിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാ പറയണേ. എന്നിട്ട് എന്ത് ചെയ്യാം, മമ്മൂട്ടി വന്നിട്ടല്ലേ പറ്റില്ല പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങൾക്കും കാത്തു നിൽക്കാതെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് അപ്പൊ തന്നെ അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. The manner in which a doctor or nurse receives the client is the most important aspect of reception in case of emergency. എന്താണ്? എമർജൻസി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനോട് ഈ ഡോക്ടറും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറും നഴ്സുമാരും റിസീവ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന രീതിയാണ് മോസ്റ്റ്. എല്ലാവർക്കും ഉണ്ടോ ഈ പ്രോബ്ലംസ്? ക്ലിയർ ആവായിക്കാം? എല്ലാവർക്കും ഉണ്ടോ? കട്ടായി പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ വിഷ്ണു അവിടുത്തെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ,
എന്താണ് പേഷ്യൻസിനോട് ആ എമർജൻസി സെക്ഷനിലെ നഴ്സുമാരും ഡോക്ടറും പെരുമാറുന്നാല് അവരെ സ്വീകരിക്കുന്ന രീതിയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അല്ലെ. ഇപ്പൊ എന്താണ് അവര് പേഷ്യൻസിനെ കൊണ്ടുവന്ന എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവന്നിട്ട് രോഗിനെ ഡോക്ടറും നഴ്സുമാരൊന്നും നോക്കാതിരുന്നു കഴിഞ്ഞാല് അത് നല്ലൊരു രീതിയാണോ? പേഷ്യന്റിനെ നോക്കാണ്ട് അവര് വേറെ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് അല്ലേ? നല്ല രീതിയിൽ അപ്പൊ എന്താണ് ആ പേഷ്യന്റിന് കൊണ്ടുവരുമ്പോ തന്നെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോ തന്നെ എന്താണ് അവര് ചെക്കപ്പ് ചെയ്തിട്ട് അല്ലെ എന്താണ് അവർക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. നെക്സ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയറിൽ ഫസ്റ്റ് വൺ എന്താണ്? റിസീവിംഗ് ദി പേഷ്യന്റിനെ സ്വീകരിക്കുക. രണ്ടാമത്തത് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ആദ്യം തന്നെ എന്താണ്? പേഷ്യന്റിനെ സ്വീകരിക്കുക. എമർജൻസി സിറ്റുവേഷനിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് അവർക്ക് വേറെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇപ്പൊ എന്താണ് ആദ്യം തന്നെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ട് മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. ചിലപ്പോ ആ പേഷ്യന്റിന്റെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാം അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഫസ്റ്റ് തന്നെ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് എന്താണ്? റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ആ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിന്റെ സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക. നോക്കിയാൽ എന്താണെന്ന് ആദ്യം പറയുന്നിരിക്കുന്നത് ക്ലർക്ക് ഇൻ റെക്കോർഡ് സെക്ഷൻ റെക്കോർഡ്സ് ഡാറ്റ എസെൻഷ്യൽ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലയൻസ്. എന്താണ്? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് അല്ലെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള റെക്കോർഡുകൾ കാര്യങ്ങള് സ്വീകരിക്കുക. എന്തൊക്കെയായിരിക്കും? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ പോയാണെങ്കിൽ റിസപ്ഷനിൽ നമ്മുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്? എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും? അതിൽ നോക്കണ്ട. എന്തൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്? പേഴ്സണൽ ഡാറ്റാസ്. ഓരോരുത്തരായിട്ട് മെസ്സേജ് അയച്ച് നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതല്ലേ എല്ലാവരും? നെയിം ചോദിക്കും. ഓക്കെ. പിന്നെ എന്ത് ചോദിക്കും? ജെൻഡർ ചോദിക്കും, ഏജ് ചോദിക്കും, അഡ്രസ് ചോദിക്കും, പിന്നെ പ്ലേസ് ചോദിക്കും, പിന്നെ എന്ത് ചോദിക്കും? നമ്പർ ചോദിക്കില്ലേ? ആധാർ, ഫോൺ നമ്പർ ചോദിക്കില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇതിലും പറയുന്നത് സോഷ്യൽ ഡാറ്റാസ്. പറയണോ? നെയിം ഇപ്പൊ നിങ്ങൾ ഈ കമന്റ് ചെയ്തേക്കുന്നത് തന്നെയാ ഇതിൽ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, occupation, religion, income, marital status, telephone number. Social data മനസ്സിലായ? റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് തിരിച്ചറിയുന്നതിനായിട്ട് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പേഴ്സണൽ ഡാറ്റാസ്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്. പേഴ്സണൽ ഡാറ്റയാണോ മനസ്സിലാവാത്തെ? ഓക്കെ. ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ ID കാർഡ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും അല്ലെ? പേഷ്യൻസ് ഇത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കൂലേ? എന്താണ്? പേര് ചോദിക്കും, വയസ്സ് ചോദിക്കും, സെക്സ് ചോദിക്കും, ചിലപ്പോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കും, നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചോദിക്കും, ഓക്യുപ്പേഷൻ ചോദിക്കും, റിലീജിയൻ ചോദിക്കും. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മുടെ ഇൻകം ചോദിക്കും. ചില ഹോസ്പിറ്റലിൽ എന്താണ് നമ്മളെ കൊണ്ട് അവിടുത്തെ ബില്ല് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻകം ചോദിക്കുന്നത്. വരുമാനം, പിന്നെന്താണ്? മെറിറ്റൽ സ്റ്റാറ്റസ്, പിന്നെന്താണ്? നമ്മുടെ ടെലിഫോൺ നമ്പർ. ഇതൊക്കെ ഇതൊക്കെയാണ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. നമ്മുടെ പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് ശേഖരിക്കുന്ന പേഴ്സണൽ ഡാറ്റാസ്. ക്ലിയർ ആയോ? അത് ആരാ ക്ലിയർ ആയില്ല അനുക്കുന്നത്? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ് നോക്കിയേ, ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റിന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ, അഡ്രസ് എക്സെട്ര.
നെക്സ്റ്റ് പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. എന്താണ്? ഫയലില് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക. അപ്പൊ എന്താണ്? എന്ത് അസുഖമാണ്, എന്താണ് വന്ന് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, എന്തൊക്കെ അസുഖങ്ങൾ കൊണ്ടാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ടെസ്റ്റുകൾ ഇവർക്ക് എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതുന്നതിന് ഫയലൊക്കെ ഓപ്പൺ ചെയ്യില്ലേ? അതാണ് പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. നെക്സ്റ്റ് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. എന്താണ്? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട്, മനസ്സിലാക്കുന്നതിനായിട്ട് ബ്രേസ്ലെറ്റ്. ഈ ന്യൂ ബോൺ ബേബീസിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ കണ്ടിട്ടുണ്ട്. ഒരു പേപ്പറിൽ എഴുതി കാണിട്ട് അവർക്കൊരു കയ്യും വെച്ചേക്കുന്നത്. എന്താണ്? ബേബി ഓഫ് ഇന്നാളുടെ അല്ലെ? ഇപ്പൊ നോക്കിയേ, ബേബി ഓഫ് നസീബ അല്ലെങ്കിൽ ബേബി ഓഫ് സുനില എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ്? ഇന്നാളുടെ കൊച്ചാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ഈ പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. അതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെ? ക്ലിയർ ആയോ? അത് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. നെക്സ്റ്റ് കൺസേൺ ഫോം സൈനഡ്. എന്താണ്? സമ്മതപത്രങ്ങൾ. ഇപ്പൊ നമ്മളെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ സമ്മതപത്രം റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നൊക്കെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്ത് നിന്നൊക്കെ സമ്മതപത്രം എഴുതി വാങ്ങില്ലേ? അതാണ് കൺസേൺ ഫോം സൈനഡ്. നെക്സ്റ്റ് ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻ. എന്താണ്? പ്രാരംഭ ഓർഡർ ലഭിക്കുക. എന്തായിരിക്കും? ഡോക്ടർ ആ പേഷ്യന്റ് കൺസൾട്ട് ചെയ്ത ഡോക്ടർ അല്ലെ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കണം, ഇത്ര ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കണം എന്നുള്ള ഓർഡർ കൊടുക്കുക. ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻഡ്. ഇൻഫോം ടു ഫ്ലോർ നഴ്സ്. ഈ പേഷ്യന്റിനെ ഏത് വാർഡിലാണോ ഏത് ഫ്ലോറിലാണോ അഡ്മിറ്റ് ആക്കുന്നത് ആ വാർഡിലെ നഴ്സിനെ വിവരം അറിയിക്കുക, ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് അവർക്ക് എന്താണ്? സന്ദർശന പാസ് കൊടുക്കുക അല്ലെ? ഇപ്പൊ വിസിറ്റിംഗ് ടൈമിന് പാസുകൾ ഉണ്ടാവും അല്ലെ? ഇപ്പൊ എന്താണ്? മിക്ക ഹോസ്പിറ്റലും 11 to 12 അല്ലെങ്കിൽ 4 to 5 ഒക്കെ ആയിരിക്കും നമുക്ക് വിസിറ്റിംഗ് ടൈം തരുന്നത് അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ പോകുന്നതിനായിട്ട് വിസിറ്റിംഗ് പാസുകൾ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില് കയറുന്നതിന് വേണ്ടിയിട്ട്, ഉള്ളിലേക്ക് കയറാൻ. അതാണ് ഇഷ്യൂ ഓഫ് വിസിറ്റർ പാസ്. എന്താണ്? അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ വിസിറ്റിംഗ് പാസ് കൊടുക്കുക. പോയിന്റ് ഈ ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻഡ്. എന്താണ്? പ്രാരംഭ ഓർഡർ ലഭിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഈ രോഗിനെ അഡ്മിറ്റ് ആക്കുന്ന ഡോക്ടർ എഴുതി കൊടുക്കൂലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കൂലേ? അതാണ് ഇനീഷ്യൽ ഓർഡർ. ക്ലിയർ ആയോ? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടറെ ഇത് കിട്ടിയാൽ മാത്രമാണ് ഈ പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കുള്ളൂ. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ആണെന്നുള്ള ഡീറ്റെയിൽസ് വെച്ചങ്ങാട്ട് ഇവർക്ക് റൂമും ഇവരവിടെ അഡ്മിറ്റ് ആക്കുള്ളൂ. ക്ലിയർ ആയോ? ഇനീഷ്യൽ എന്ന് പറഞ്ഞാല് പ്രാരംഭ ഓർഡർ, തുടക്കത്തിൽ കിട്ടുന്ന ഓർഡർ, അതായത് ഡോക്ടറിൽ നിന്ന് കിട്ടുന്നത്. സി പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിനായിട്ട് കഴിയും അവരുടെ പേര് എഴുതിങ്ങാട്ട്, പേഷ്യന്റിന്റെ പേര് പിന്നെ ഏജ് എഴുതും, അങ്ങനെ ചിലപ്പോ അഡ്രസ് ഉണ്ടാവും. തിരിച്ചറിയുന്നതാണ് ഒരേ നെയിമിൽ ഒന്നിൽ കൂടുതൽ പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവർ മാറിപ്പോകില്ല. അവരുടെ ടെസ്റ്റുകളും അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് ചിലപ്പോ പേഷ്യന്റിന്റെ പേരും ഏജും അഡ്രസ്സും കൂടി എഴുതാറുണ്ട്. നമ്മുടെ കയ്യും ഇടൂല ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ പേഷ്യന്റിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. ഡോക്ടർ തരുന്ന ഓർഡർ. എ ആൻഡ് ബി. എ ഫസ്റ്റ് പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. നമ്മൾ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മളിൽ നിന്ന് അല്ലെ എന്താണ് നെയിം, ഏജ്, സെക്സ്, മൊബൈൽ നമ്പർ ഒക്കെ ചോദിക്കും. അതാണ് പേഷ്യന്റ് ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിന് ഇൻഫർമേഷൻ ചോദിക്കുക. നെക്സ്റ്റ് പ്രിപ്പയർ മെഡിക്കൽ കാർഡ്. മെഡിക്കൽ റെക്കോർഡ്. എന്താണ്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക.
പുതിയ ഫയലൊക്കെ എടുത്ത് അവര് സെറ്റ് ചെയ്യൂലേ, അതാണ് മെഡിക്കൽ റെക്കോർഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ, പറഞ്ഞോട്ടെ. നെക്സ്റ്റ്, എ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഈസ് advised by the admission desk staff to be deposited at the account cash counter. എന്താണ്? നമ്മളിൽ നിന്ന്, ആ പേഷ്യന്റിന്റെ ഫാമിലീസിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റിൽ നിന്ന് എന്താണ് മിനിമം ഡെപ്പോസിറ്റ് അവര് ആദ്യം തന്നെ അല്ലെ മേടിക്കും. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മളോട് ഇത്ര രൂപ അഡ്വാൻസ് കേട്ടാൻ പറയില്ലേ, അതാണ്. They will also draw out an estimate and guide you for selecting the relevant category of room. എന്താണ് നമുക്ക് അതിന് വരുന്നത്? എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന റൂമിന്റെ ബേസിലായിരിക്കും. എന്താണ് പലതരത്തിലുള്ള റൂംസുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ ലഭ്യമായിരിക്കും. എന്താണ് വാർഡ് ഉണ്ട്, പിന്നെ എന്താണ് ഒരാൾ മാത്രം താമസിക്കുന്ന റൂം ഉണ്ട്. ഒരാൾ മാത്രം താമസിക്കുന്ന റൂംസ് ഉണ്ടാവും. അതല്ലെങ്കിൽ എന്താണ് ഒന്നിൽ കൂടുതൽ 2 പേര് വെച്ച് താമസിക്കുന്ന റൂം ഉണ്ട് അല്ലെ, ഷെയറിംഗ് റൂമുകളുണ്ട്. അപ്പൊ എന്താണ് അതിനൊക്കെ എന്താണ് റെന്റുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. വാർഡിന്റെ റെന്റ് ആയിരിക്കില്ല റൂമിന്റെ റെന്റ്. റൂമിന്റെ റെന്റിലും താഴെ ആയിരിക്കും ഈ ഷെയറിംഗ് റൂമിന്റെ റെന്റുകൾ അല്ലെ. അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കും നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അഡ്വാൻസ് എമൗണ്ട്. സോറി കേട്ടോ, നെറ്റ് കട്ടായി പോയതാ ഇവിടെ. Okay. Next, this amount varies depending upon the area or ward in which the patient is admitted. The advance shall be adjusted against the final bill at the time of discharge. Those seeking the cashless route would have to visit the insurance desk, TPA desk for the hospitalization of the patient. എന്താണ് നമ്മൾ ഈ ഫസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടില്ലേ, ഇനീഷ്യൽ എമൗണ്ട്, അതായത് അഡ്വാൻസ് കൊടുക്കുന്ന പേയ്മെന്റ് നമ്മുടെ ഫൈനൽ ബില്ലിൽ നിന്ന് അവർ റിഡക്ട് ചെയ്യില്ലേ, കുറയ്ക്കും. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരത്ത് നമുക്ക് സെറ്റിൽമെന്റ് ലാസ്റ്റ് എമൗണ്ട് തരൂലേ ഫൈനൽ ബില്ല്. ആ ഫൈനൽ ബില്ലിന് നമ്മൾ അഡ്വാൻസ് കൊടുത്ത എമൗണ്ടിന്റെയും അവര് മൈനസ് ചെയ്യും. പിന്നെ ദോസ് സീക്കിംഗ് ദ ക്യാഷ്ലെസ് റൂട്ട് എന്നാണ് ചില പേഷ്യൻസിന് ഈ ഇൻഷുറൻസ് മെഡിക്കൽ ക്ലെയിമുകളൊക്കെ ഉണ്ടാവും അല്ലെ, അതാണ് പറയുന്നത് ക്യാഷ്ലെസ് റൂട്ട് വുഡ് ഹാവ് ടു
എല്ലാവർക്കും അങ്ങനെയാണോ? കട്ടായി പോകുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ. Those seeking the cashless route would have to visit the insurance desk or TPA desk for the hospitalization of the patient. എന്താണ് ഈ ക്യാഷ്ലെസ് റൂട്ട് ആണ്? അതായത് ഇൻഷുറൻസോ അതല്ലെങ്കിൽ മെഡിക്കൽ ക്ലെയിമോ ഫിനോമിന അങ്ങനെയുള്ള ക്യാഷ്ലെസ് റൂട്ട് ആണെങ്കിൽ ആ പേഷ്യന്റ് അവരെവിടെയാണ് വിസിറ്റ് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് ഡെസ്കിലോ അതല്ലെങ്കിൽ TPA. TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ അവിടെ ചെന്നിട്ടാണ് ബില്ലുകൾ സെറ്റിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് വൺ, ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്തൊക്കെയാണ്? നെയിം, ഏജ്, സെക്സ്, അഡ്രസ് എക്സെട്ര. നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ബ്രേസ്ലെറ്റ്. എന്താണ്? പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ബ്രേസ്ലെറ്റുകൾ. പിന്നെ എന്താണ്? സമ്മതപത്രം. ഓക്കെ, സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങുക. പിന്നെ ഇനീഷ്യൽ ഓർഡറിലെ പ്രാരംഭ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാല് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുക. പിന്നെ എന്താണ്? ഈ പേഷ്യന്റിനെ ഏത് ഫ്ലോറിലാണോ അല്ലെങ്കിൽ ഏത് വാർഡിലാണോ അഡ്മിറ്റ് ആക്കുന്നത് എന്ന് വെച്ചാല് അവിടെയുള്ള നേഴ്സിനെ, ഹെഡ് ഉണ്ടാവൂലെ ഓരോ സെക്ഷനിലും, അവിടുത്തെ നേഴ്സിനെ വിവരം അറിയിക്കുക. പിന്നെ എന്താണ്? വിസിറ്റേഴ്സ് പാസ്, സന്ദർശന പാസ് അഡ്മിഷന്റെ ടൈമിൽ അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ്, പേഷ്യന്റിനിൽ നിന്ന് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ എമൗണ്ട്, ഒരു എന്താണ് അഡ്വാൻസ് പോലെ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുക. അത് ആ പേഷ്യന്റ് സെലക്ട് ചെയ്യുന്ന റൂമിന് അല്ലെങ്കിൽ വാർഡിന് അങ്ങനെയുള്ളതിന്റെ ബേസിസിലായിരിക്കും. പിന്നെ ഈ ഫൈനൽ ബില്ലിന്റെ സമയത്ത് ഇവര് ആദ്യം അഡ്വാൻസ് അടച്ചിരിക്കുന്ന പേയ്മെന്റ് എന്ത് ചെയ്യും? കുറയ്ക്കും, പ്ലസ് ചെയ്യും. പിന്നെ എന്താണ്? ക്യാഷ്ലെസ് റൂട്ട് ആണെങ്കിൽ അവരാരെയാണ് സമീപിക്കേണ്ടത്? ഇൻഷുറൻസ് ഡെസ്കിലോ അതല്ലെങ്കിൽ TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററെ സെക്ഷനിലേക്കായിരിക്കും ഇവര് ബില്ല് സെറ്റിൽ ചെയ്യേണ്ടതിന് പോകേണ്ടത്. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ നമ്മ ഇത് രണ്ടെണ്ണം പറഞ്ഞു. അഡ്മിഷൻ പ്രൊസീജിയറിൽ ഫസ്റ്റ് വൺ, റിസീവിംഗ് പേഷ്യന്റ്. ആക്സിഡന്റ് കേസ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ആക്സിഡന്റ് കേസുകളാണ് വരുന്നുണ്ടെങ്കിൽ അവരുടെ റൂമിലേക്കോ വാർഡിലേക്കോ അങ്ങോട്ടായിരിക്കും ചിലപ്പോ അവർ ICUലായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ബില്ലുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആദ്യം അവർ ICUൽ അഡ്മിറ്റ് ആകും. അതിനുശേഷം അവരുടെ കണ്ടീഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ റൂമിലേക്കോ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യും. അതേപോലെയുള്ള റുട്ടീൻ ഇതേലായിരിക്കും. TPA തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. എന്താണ് അഡ്മിഷൻ പ്രൊസീജിയറിൽ ഫസ്റ്റ് വൺ, പേയ്മെന്റ് ആദ്യം ചെയ്യിക്കും. നമുക്ക് എന്തായാലും ഇപ്പൊ ICUല് കയറ്റുമ്പോഴാണെങ്കിലും എന്താണ് അവരാദ്യം സർജറീസ് ഉണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഫസ്റ്റ് ഒരു അഡ്വാൻസ് പേയ്മെന്റ് കെട്ടിക്കാറില്ലേ? ഫസ്റ്റ് അഡ്വാൻസ് അവർ പേയ്മെന്റ് ചെയ്യിക്കും. ഫസ്റ്റ് വൺ, റിസീവിംഗ് പേഷ്യന്റ്. അഡ്മിഷൻ പ്രൊസീജിയറിൽ ഫസ്റ്റ് വൺ റിസീവിംഗ് പേഷ്യന്റ്. നെക്സ്റ്റ്, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. ആ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയിൽ വരുന്നത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. തേർഡ് പോയിന്റ്, മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPDയിലെ മെഡിക്കൽ എക്സാമിനേഷൻ എന്താണെന്ന് മാറിപ്പോയിട്ടാ. ഈ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റയിൽ പെടുന്നതാണ് കേട്ടോ. Next, medical examination in OPD. A detailed social and medical history of the patient is taken by the physician and recorded. എന്താണ് ഫിസിഷ്യൻ, ഡോക്ടർ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യാ? പേഷ്യന്റിൽ നിന്ന് അല്ലെ എന്താണ് അവര് മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് എന്ത് അസുഖമാണ്, എന്ത് ബുദ്ധിമുട്ട് തുടർന്നാണ് അവർ ഹോസ്പിറ്റലിൽ വന്നത്,
അവർക്ക് എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടല്ലേ, നമ്മളോട് ഡോക്ടർ ക്ലിയർ ഇൻഫർമേഷൻ ചോദിക്കില്ല, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലോ, എവിടെയൊക്കെ വേദനയുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ, അതാണ് മെഡിക്കൽ ഹിസ്റ്ററി. എന്താണ് അവരെ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മാറിപ്പോവാതിരിക്കാൻ അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഫിസിഷ്യൻ എന്താണ് പേഷ്യന്റിന്റെ മെഡിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ചോദിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യുക. പേഷ്യന്റ് എന്താണ്, പിന്നെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോക്കും, BP നോക്കും, പൾസ് നോക്കും, റെസ്പിറേഷൻ അല്ലെ, ശ്വസനത്തിന്റെ റെസ്പിറേഷൻ ശ്വസനമൊക്കെ നോക്കും. എക്സിട്ര റെക്കോർഡ് എന്താണ് പേഷ്യന്റിന്റെ BP ടെമ്പറേച്ചർ ഒക്കെ നോക്കിങ്ങാണ്ട് ഡോക്ടറിന്റെയും റെക്കോർഡ് ചെയ്യും. The necessary investigations such as X-ray, lab test is done to diagnose the disease and prescribe treatment. എന്നാണ് രോഗിയുടെ അസുഖം ഡയഗ്നോസിലെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറിന്റെ ലാബ് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ എക്സ്റേ ഒക്കെ ചെയ്യിക്കുക. ഡയഗ്നോസ് ദ ഡിസീസ് ആൻഡ് പ്രിസ്ക്രൈബ് ട്രീറ്റ്മെന്റ്. അതിനുശേഷം ഡയഗ്നോസിസ് രോഗനിർണയം നടത്തിയതിനു ശേഷം രോഗിക്ക് ട്രീറ്റ്മെന്റുകളെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ മെഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ച് എഴുതി കൊടുക്കുക. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. Next, those who are admitted to hospitals for further investigation and treatment to the concerned one or the advice of the treating doctors. The ward is designated by the staff at the admission desk and entered in the case sheet. എന്താണ് ഈ പേഷ്യന്റ്, ഈ ഫിസിഷ്യൻ ആയിരിക്കും, ഈ ഡോക്ടർ ആയിരിക്കും ഈ രോഗി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും ഈ രോഗി ഏത് വാർഡിലേക്കാണ് അതല്ലെങ്കിൽ ഏത് ഫ്ലോറിലേക്കാണ് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. The ward is designated by the staff at the admission desk and entered in the case sheet. എന്താണ് അഡ്മിഷൻ ഡെസ്കില് ഈ രോഗിനെ ഏത് വാർഡിലേക്കാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യും, അവരെ കേസ് ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഒരു നമ്മുടെ കൊച്ചിന് അസുഖമായിട്ട് പീഡിയാട്രിക് സെക്ഷനിലേക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ എവിടെയായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അഡ്മിറ്റ്, ഏത് വാർഡിലായിരിക്കും അഡ്മിറ്റ് ആയിരിക്കുന്നത്, പീഡിയാട്രിക് വാർഡിലായിരിക്കും അല്ലെ. അതല്ല കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കാർഡിയോളജി വാർഡിലോ അതല്ലെങ്കിൽ കാർഡിയോളജി റൂംസിലൊക്കെ ആയിരിക്കും അല്ലെ, അതുമായി ബന്ധപ്പെട്ട സെക്ഷനിലായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ എന്താണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഡോക്ടർ ആയിരിക്കും തീരുമാനിക്കേണ്ടത് ഈ രോഗിയെ ഏത് വാർഡിലേക്കാണ് അതല്ലെങ്കിൽ ഏത് സെക്ഷനിലേക്കാണ് അഡ്മിറ്റ് ആക്കേണ്ടത്. എന്നിട്ട് അവരെ എന്ത് ചെയ്യും, നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ അവരെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ എന്താണ് നേഴ്സിനോട്, അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സിനോട് പറയും. അപ്പൊ അഡ്മിഷൻ ഡെസ്കില് ചെല്ലുമ്പോൾ നമ്മുടെ കേസ് ഷീറ്റിൽ എന്താണ് എവിടെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതെന്ന് എൻ്റർ ചെയ്യും. TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അസോസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെച്ചാല് ഈ ഇൻഷുറൻസ് ഡെസ്ക് ഒക്കെ ഇല്ലേ നമ്മുടെ ഹോസ്പിറ്റലില്, ക്യാഷ് അല്ല, എന്താണ് പേഷ്യന്റിന്റെ മെഡിക്കൽ ക്ലെയിമുകളോ ഇൻഷുറൻസുകളോ ഉണ്ടെങ്കിൽ എന്താണ് അവർ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് ഇൻഷുറൻസ് ഇതുമായിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്ന വിഭാഗമാണ് ഇൻഷുറൻസ് ഡെസ്ക് ഓർ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഈ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? എന്താണ് ഡോക്ടർ, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പേഷ്യന്റിന്റെ സോഷ്യലും മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എന്താണ് റെക്കോർഡ് ചെയ്യാം. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ BP ടെമ്പറേച്ചർ, പിന്നെ എന്താണ് പൾസ് റെസ്പിറേഷൻ ഒക്കെ ഇവര് റെക്കോർഡ് ചെയ്യും. പിന്നെന്താണ് നെക്സ്റ്റ് ഈ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ എക്സ്റേയോ അതല്ലെങ്കിൽ ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണിട്ട് അവർക്ക് അതിൽ നിന്ന് രോഗനിർണയം നടത്തി കാണിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റുകള് പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഈ രോഗിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ രോഗിനെ ഏത് വാർഡിലേക്കാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലേക്കാണ് അഡ്മിറ്റ് ആക്കേണ്ടതെന്ന്
നിശ്ചയിക്കുന്നത്. അതെന്തെയും അഡ്മിഷൻ ഡെസ്കില് ഈ രോഗിയെ എവിടെയാണ് അഡ്മിറ്റ് ആക്കുന്നതെന്ന് അവരെ കേസ് ഷീറ്റിൽ എഴുതി രേഖപ്പെടുത്തും. ക്ലിയർ ആയോ? മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD ക്ലിയർ ആയോ? നെക്സ്റ്റ് transporting, fourth point ട്ടാ, transporting the client from OPD to IPD. OPD ന്ന് IPD യിലേക്ക് പേഷ്യന്റിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ട്രാൻസ്പോർട്ടിംഗ് വാഹന സൗകര്യം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? Clients who are not very ill and are able to walk are accompanied toward by a nurse or attendant. എന്താണ്? രോഗിക്ക് ഭയങ്കരമായ അസുഖങ്ങളൊന്നുമില്ല, അവർക്ക് എന്താണ് നടന്നു പോകാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ അറ്റൻഡർ അതല്ലെങ്കിൽ വാർഡ് നേഴ്സിന്റെ കൂടെ പറഞ്ഞേക്കും. വീൽ ചെയർ ഷുഡ് ബി അവൈലബിൾ IPD inpatient department. Wheelchairs should be available for those who are too sick, weak, not able to walk. എന്താണ്? ഒരു പേഷ്യന്റിനെ നടക്കാനൊന്നും പറ്റുന്നില്ല, ആൾക്ക് ഭയങ്കരമായ അസുഖങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ വീൽ ചെയറിൽ കൊണ്ടുപോകും. OPD ന്ന് IPD യിലേക്ക് എങ്ങനെ? വീൽ ചെയറിൽ കൊണ്ടുപോകും. Clients who are brought to hospital or ambulance should be carried to their respective wards or structures. എന്താണ്? പേഷ്യന്റിനെ ആംബുലൻസിൽ എന്താണ് തീവ്രപരിചരണത്തിന് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ എങ്ങനെയായിരിക്കും ആംബുലൻസിൽ നിന്നൊക്കെ ഇറങ്ങുന്നത്? സ്ട്രക്ചേഴ്സിലായിരിക്കും അല്ലേ? അപ്പൊ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് സ്ട്രക്ചറിലായിരിക്കും, കിടത്തിയായിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ ഫിഫ്ത് പോയിന്റ്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. എന്താണ്? വാർഡ് സിസ്റ്റർ പേഷ്യന്റിനെ സ്വീകരിക്കും. ഏത് വാർഡിലേക്കാണോ കൊണ്ടുപോകുന്നത് ആ വാർഡിലെ സിസ്റ്റർ പേഷ്യന്റിനെ സ്വീകരിക്കുക. അവരുടെ ഫയലും കാര്യങ്ങളൊക്കെ എന്താണ്? പേഷ്യന്റ് സ്വീകരിക്കും. ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലൈന്റ് എന്താണ്? പേഷ്യന്റിന് അധിക അസുഖങ്ങളൊന്നുമില്ല, അപ്പൊ എന്ത് ചെയ്യും? പേഷ്യന്റിനെ നടന്ന് അറ്റൻഡറിന്റെ കൂടെ അതല്ലെങ്കിൽ എന്താണ് നഴ്സിന്റെ കൂടെ ആ വാർഡിലേക്ക്, ഏത് വാർഡിലാണോ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ആ വാർഡിലേക്ക് പറഞ്ഞേക്കും. അതല്ല പേഷ്യന്റിന് നടന്നു പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? വീൽ ചെയറിൽ ഒരു അറ്റൻഡർ എങ്ങാനും കൊണ്ടുപോയി വാർഡിലേക്കാക്കും. അതല്ല പേഷ്യൻസിന് ആംബുലൻസിലോ അല്ലെങ്കിൽ ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എങ്ങനെയായിരിക്കും കയറ്റുന്നത്? സ്ട്രക്ചറിലായിരിക്കും വാർഡിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ICUയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ക്ലിയർ ആയോ? മിസ് മ്യൂട്ട് മാറ്റണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഒന്ന് വായിച്ചു നോക്കിയേ ഇത്രയും ഭാഗം. സിമ്പിൾ അല്ലേ ഇത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സിമ്പിൾ അല്ലേ? വായിച്ചു നോക്കിയേ ആദ്യം മുതലൊന്ന്. ഇത് എടുത്തോടത്തോളം വരെ, മിസ് എടുത്തോടത്തോളം വരെ. മിസ്സേ, നമുക്കിനി സെപ്പറേറ്റ് നോട്ട്സ് ഉണ്ടാവോ? ഇല്ല, നിങ്ങൾക്ക് ഇത് തന്നെ പഠിച്ചാൽ മതി. തന്നെ പഠിച്ചാൽ മതി. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് പാരഗ്രാഫ് 3 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കയറാൻ എഴുതിപ്പോയി. ക്ലിയർ ആയില്ല മിസ്, ക്ലിയർ ആയില്ല. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് പാരഗ്രാഫിൽ 3 പോയിന്റ്സ് എന്ന് പറഞ്ഞിരുന്നു, ഞാൻ ക്ലാസ് കയറാൻ വൈകിപ്പോയി. പറഞ്ഞുതരാം. Indoor patient departments mention the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and ambulatory cares. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആംബുലേറ്ററി സെക്ഷനിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ്, അതായത് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യൻസിനെ
ഡോക്ടർ അതായത് ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആളെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്നതിന് അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്ന ഏരിയനെ പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെയ്തിട്ട് എന്താണ് നമ്മുടെ രോഗത്തിന് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകളോ അതല്ലെങ്കിൽ എന്താണ് ചെക്കപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആക്കില്ലേ ഹോസ്പിറ്റലില്? ആ ഏരിയനെ പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് അവിടെ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് 24 മണിക്കൂർ എന്താ ഡോക്ടർ സേവനം കിട്ടും, നമുക്ക് നഴ്സുമാരുടെ സേവനം ഉണ്ടായിരിക്കും, കൂടാതെ ബെഡ്സുകൾ ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് എക്സാമിന്. The duration of stay will rely on severity of the patient illness. ഇൻവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്ന കാലയളവ് ആരോഗ്യ രോഗത്തിന്റെ അവസ്ഥയെ ബേസ് ചെയ്തിട്ടല്ലേ. ഇപ്പൊ എന്താ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത പേഷ്യൻസിന് എന്താ 2-3 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കല്ലേ. അതല്ല എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യന്റിന് എങ്ങനെയാണ് ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമൊക്കെ കടത്തിയിട്ടൊക്കെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തെറാപ്യൂട്ടിക് നഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ചികിത്സ തരുന്ന നഴ്സ്, നമ്മൾ ചികിത്സിക്കുന്ന നഴ്സ്. വാർഡ് സിസ്റ്റർ എന്ന് പറഞ്ഞാല് ഓരോ വാർഡിലും ഒരു ഹെഡ് ഉണ്ടാവില്ലേ, HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ വാർഡിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഹെഡ് ഉണ്ടാവില്ലേ, സിസ്റ്റർമാരുണ്ടാവും ഓരോ വാർഡിലും കൺസേൺഡ്. അവരാണ് വാർഡ് സിസ്റ്റർ. പല വാർഡിലും പല സിസ്റ്റർമാർക്കായിരിക്കും ഡ്യൂട്ടി ഒക്കെ ഇടുന്നത്. മാമിന്റെ പേര് വാഹിദ. എക്സാമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എസ്എ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട. അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡെയിലി ക്ലാസ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റിനുള്ള ഇതുണ്ടെന്ന്. നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റിന്റെ 5 ക്വസ്റ്റ്യൻസ് പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടും, ഉച്ചയാകുമ്പോഴത്തേനും കിട്ടും. നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ ക്ലാസ് റൂമിൽ അയച്ചു തരും. ഇപ്പൊ ഇന്നലത്തെ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ ഇന്ന് ഉച്ചക്ക് 2 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ നാളെ കിട്ടും, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും. നാളെ ക്ലാസിന്റെ അന്ന് പറയുന്നത് അതായത് ദിവസത്തെ ക്ലാസ് അതായത് ദിവസം വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്ന. പക്ഷേ നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ് കൂടിയില്ല, ഇന്നത്തെ ക്ലാസ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇന്നത്തെ ക്ലാസ് കൂടണമല്ലോ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാൻ പറ്റുള്ളൂ, എന്നാലും മനസ്സിലാവുള്ളൂ. പക്ഷെ ആ റെക്കോർഡഡ് ക്ലാസ് വരുന്നത് ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ്. അത് അതായത് ദിവസം വൈകുന്നേരത്തിന് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടെ കുറച്ച് ബെറ്റർ. നമുക്ക് വീഡിയോ 24 മണിക്കൂർ കഴിഞ്ഞാലാണ് കിട്ടുള്ളൂ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന്. അതാണ് അങ്ങനെ വരുന്നത്. മാം ഈ PDF അതേ കാര്യങ്ങൾ തന്നെയല്ലേ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവുക? അപ്പൊ നമുക്ക് ഈ PDF പ്രിന്റ് എടുത്താ പോരെ? അത് മതി. ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ബാക്കി. ഓക്കെ, താങ്ക് യു.
താങ്ക് യു മാം. Thank you, miss. Thank you, ma'am. 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 Thank you, Shukran. ma'am. Thank you, ma'am. Thank you. Thank you, ma'am.